पग सदने पम पग मरे सा मरे सदने पम पग म पसानी म पनि सा ग मरे सा सानी सा पनि मरे सने सरे म पग सदने पम पग मरे सा मरे सदने पम पग म पसानी म पनि सा ग मरे सा सानी सा पनि मरे सने सरे म അന്നോളം തീരാവേനലും പ്രാണന്റെ വിങ്ങും നീരലും പെണ്ണെ നിൻ കയ്യാൽ തൊട്ടതും ദൂരെ മാഞ്ഞു പോയി മായമായി വീടാതെ വരാം ഞാൻ നീലാറ്റലോടലാ ദീപമാണു നീ ഇടം വലം നടന്നിട വാ ഇരിക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ വന്നത്. ആട്ടാ ഫുഡ് കഴിച്ചിട്ടാ വന്നത്. ഇരിക്കടാ. അല്ലേട്ടാ ഞങ്ങളെല്ലാരും വിളിച്ച കാര്യം പറഞ്ഞില്ലല്ലോ. വിളിച്ച കാര്യം പറയട്ടെടി ഞാൻ. ശരി എന്നാ പറയാം. ഞാനും എന്റെ അനിയത്തിയും കുറച്ചു കാലം എന്തിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു. സത്യം തന്നെയാ. അത് ഇപ്പം എല്ലാം മാറിയെന്നും കൂടെ പറയാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചത്. അത് ഞാൻ കേറിയെന്ന് വിളിച്ചപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി ഞാൻ വിളിച്ച കാര്യം, എനിക്ക് 2 മക്കളാ ഉള്ളത്. അതില് ഒരാളെ കല്യാണം കഴിഞ്ഞു, ഇനി ഇളയവൻ. അവൻ ഇനിയിപ്പൊ എന്തായാലും 1 വർഷം കൂടെ അവനുള്ളൂ. അവൻ പെട്ടെന്ന് തന്നെ പഠിച്ചു തീരുകയും ചെയ്യും. പക്ഷെ ഇത്ര വയസ്സായിട്ടും അവൻ അവന്റെ ലൈഫിൽ ഒരു സീരിയസ്നെസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുവാണ് അവനൊരു മാരേജ് നടത്തിയാലോ എന്ന്. അല്ല അതിനെന്തിനാ ഇപ്പൊ നമ്മളെ വിളിച്ചത്? അത് പിന്നെ നിങ്ങളെല്ലാം ഫസ്റ്റ് വിളിക്കേണ്ടത്. കാരണം നിങ്ങളുടെ മോന് വേണ്ടിയിട്ടല്ലേ ഞാൻ എന്റെ കുട്ടീനെ ആലോചിക്കുന്നത്. ഏത് കുട്ടിന്ന് ചോദിച്ചാ അനുവിന്റെ ഇളയ മോനെ അജുവിന് വേണ്ടിയിട്ടാ ഞാൻ എന്റെ മോനെ വിച്ചുവിനെ നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ ആലോചിക്കുന്നത്. ഞാനോ? ഇവനോ? അതായത് ഈ ഒരു മാരേജ് പ്രപ്പോസലിന് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? എതിരഭിപ്രായം വല്ലതും ഉണ്ടോ? അതിപ്പം ചോദിച്ച ഞങ്ങൾക്ക് സമ്മതാട്ടാ ഇതിന്. വിച്ചുവിനെ ഞങ്ങളെ വീട്ടിലേക്ക് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള ഏട്ടാ. ഏട്ടൻ എല്ലാം മറന്ന് മിണ്ടി ചെയ്ത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പോ ഇങ്ങനൊരു കാര്യം കൂടെ പറയുമ്പോ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്കറിയാം മോളെ, ഞാൻ ഈ കാര്യം പറയുമ്പോ നിങ്ങൾ ആരെന്തായാലും എതിർത്ത് പറയത്തില്ല എന്ന്. എന്നിട്ടെങ്കിൽ അവ എവിടെ പോയി? അവനെ കണ്ടില്ലല്ലോ. അവനോ? അവൻ കോളേജിൽ പോയി. അവനിന്ന് വർക്കിംഗ് ഡേ അല്ലേ, അപ്പൊ അവൻ കോളേജിൽ പോയിക്ക. എന്നാട്ടാ ഞങ്ങൾ ഇറങ്ങട്ടെ, വന്നിട്ട് കുറെ നേരമായില്ലേ. അവിടെ പോയിട്ട് കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. ഇനി ഒരു ദിവസം എന്തായാലും ഞങ്ങള് നേരത്തെ വന്നിട്ട് താമസിച്ചോവാം. പക്ഷെ വിച്ചുവിനെ കാണാൻ പറ്റിയില്ലല്ലോ, അതാ ഒരു വിഷമം. അവൻ കോളേജ് വിടുന്ന നേരത്തെ ആയിരിക്കും, പക്ഷെ അവൻ താമസിച്ചെത്തോളി. നീ കാത്തിന്ന് ഇവിടെ നിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പൊക്കോ. നീ പറഞ്ഞ പോലെ വേറെ ദിവസം വാ, അപ്പോ അവനെയൊക്കെ കാണാം. അത് ശരിയാ മോളെ, അവ അങ്ങനെ തന്നെ ലേറ്റ് ആക്കി എത്തത്തുള്ളൂ എപ്പോഴും. പിന്നെ മോളെ, ഡേറ്റ് ഒന്നും വെച്ച് വൈകിപ്പിക്കണ്ട. എന്താന്ന് വെച്ചാ നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞോ. എന്തായാലും ഈ മന്തിൽ തന്നെ നടത്താന്നാ ഞാൻ ആലോചിക്കുന്നത്. ഈ മന്ത് എന്നൊക്കെ പറയുമ്പോ അത് വളരെ പെട്ടെന്നല്ല ഏട്ടാ. നമുക്ക് പതുക്കെ നടത്തിയ പോരെന്നാ ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട ഏട്ടാ, ഈ മന്ത് തന്നെ നമുക്ക് നടത്താം.
ഏറ്റവും മുഹൂർത്തം നോക്കി ഞാൻ തന്നെ ഇന്ന് വിളിച്ചു പറയാം. പോണ ഒരിക്കൽ ഞാൻ നോക്കിക്കോളാം. ആ അത് മതി, നീ ഇന്ന് വന്ന് വിളിച്ചു പറഞ്ഞാലും മതി. ശരി. മോനെ നിന്നെ മോനെ, എന്റെ മോനെ പൊന്നുപോലെ നോക്കിക്കോണം. എന്നോടുള്ള ഒരു ദേഷ്യവും നീ അവൻ്റെ അടുത്ത് ദയവായി തീക്കറില്ല മോനെ. അങ്ങള് നിന്റെ അടുത്ത് അപ്പുറത്തുള്ള ദേഷ്യത്തിലൊക്കെയാടാ പറയുന്ന, അല്ലാതെ ഒന്നും ഞാൻ മനസ്സിൽ നിന്നല്ല പറയുന്ന. മോൻ എന്നെ വെറുക്കല്ലേ മോനെ, പ്ലീസ്. എനിക്ക് മോനെ വളരെ ഇഷ്ടാ. ഞാൻ അത് പുറത്ത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. എനിക്ക് വിച്ചുവും അനിയും ആര്യവും വരുണും എങ്ങനെയൊക്കെ ആണോ, പിന്നെ അബിയും, ഇവരൊക്കെ എനിക്ക് മകനെ പോലെ തന്നെയാ. അതേപോലെ നീയും എന്റെ മോന്. എന്റെ മോനോടുള്ള ഫ്രീഡം കൊണ്ട് മാത്രം നിന്റെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുള്ള, അല്ലാതെ അങ്കിള് ഒരിക്കലും മനസ്സിൽ നിന്നല്ല പറഞ്ഞത് കേട്ടോ. എന്തോ ഞങ്ങളെ ഇത്, എനിക്കറിയാം അങ്കിള് എൻ്റെ അടുത്ത് ഒരു ദേഷ്യമില്ല എന്ന്. എനിക്കും അതേപോലെ തന്നെ, എനിക്കും അങ്കിളുടെ ഒരു ദേഷ്യമില്ല. അവനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഞാൻ ഒരു ദേഷ്യവും കാണിക്കത്തില്ല. എത്ര നന്നായിട്ട് നോക്കാൻ പറ്റുമോ അതേപോലെ ഞാൻ നോക്കിക്കോളാം. മോനെ നീ ഒന്ന് വന്നിരുന്നേ, അച്ഛൻ എന്തോ ഇതിൻ്റെ അടുത്ത് പറയാനുണ്ടെന്ന്. എന്താ അമ്മ വിളിച്ചേ? കാര്യം പറ. ആണോ? പറയച്ച, എന്താ കേക്കട്ടെ. അത് 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 പിന്നെ മോനെ, മോന് ഇപ്പോ എത്ര വയസ്സായി? അച്ഛനെന്താ മറവി അസുഖം വന്നോ? നീ പറ, എത്ര വയസ്സായി നിനക്ക്? അത് പിന്നെ 22. ആ 22 വയസ്സ്. മോന് തോന്നിയില്ലേ മോന്റെ ജീവിതത്തില് അടുത്ത ഘട്ടത്തില് കടക്കാറായെന്ന് മോന് തോന്നിയില്ലേ? ഓ ഇങ്ങേരിത് നീട്ടി വലിച്ച് ഇന്ന് ഒരു മെഹാ സീരിയലിനാക്കും. ആയിരിക്കും, ഞാൻ പറഞ്ഞോളാം, നിങ്ങളവിടെ ഇരുന്നോ. എന്താ മോനെ, വേറെ ഒന്നുമില്ല. ഒരു ചെറിയ മാരേജ് പ്രപ്പോസല് നിനക്ക് വന്നു. നീ വേറെ ഒന്നും ചെയ്യണ്ട, അവരെ കിട്ടിയേ പറ്റത്തുള്ളൂ, അത്രേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും അതിന് ഓക്കെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോനെ ഓക്കെ ആണല്ലോ? എടാ നിക്കണ മോനെ, ഞാൻ ഒന്ന് പറയട്ടെ. ആനന്ദേട്ടാ വിളിക്കണ്ട. മാരേജ് എന്ന് കേട്ടപ്പോ അവ ഒന്ന് പെട്ടെന്ന് ഷോക്കായി കാണും, അതായിരിക്കും. അവ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുമ്പോഴേക്കും അവ ഓക്കെ ആയിക്കോളും. വിളിക്കാൻ നിൽക്കണ്ട. വിച്ചുവേ, വിച്ചു. ആ ഇവിടെ നിന്നിട്ടാണോ നീ ഇരുന്ന് ഞാൻ വിളിച്ചിട്ട് കേൾക്കാത്തത്? എന്താടാ എൻ്റെ മോന്ത ഒരുമാതിരി പോലെ ഇരിക്കുന്നത്? എന്താടാ, നിനക്ക് ഈ കല്യാണത്തിന് ഓക്കെ അല്ലേ? അതുകൊണ്ടാണോ നീ മോന്തി വീർപ്പിച്ച് വെച്ചോണ്ടിരിക്കുന്നത്? എടാ എനിക്കൊന്നും അറിയത്തില്ലടാ എന്ത് ചെയ്യണമെന്ന്. ഒരു സൈഡിൽ അച്ഛനമ്മയും മറ്റേ സൈഡിൽ അവനെ ഞാൻ ഈ കാര്യം അറിഞ്ഞ ഉടനെ വിളിച്ച് അവൻ പറയും ഈ മാരേജിന് നീ സമ്മതിക്ക്, കുഴപ്പമൊന്നുമില്ല എന്ന്. എന്നിട്ട് മാരേജ് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നാ അവൻ പറയുന്നത്. നിനക്ക് ഉദ്ദേശിച്ച മനസ്സിലായില്ലേ? മാരേജ് കഴിഞ്ഞിട്ട് മിക്കവാറും അവൻ്റെ അടുത്ത് പോകാനായിരിക്കും അവൻ പറയുന്നത്. അവൻ്റെ അടുത്ത് പോവാനോ? മാരേജ് കഴിഞ്ഞിട്ടാ? ഇവിടെ നീ എന്തൊക്കെയാടാ പറയുന്നത്? നീ ചിന്തിച്ച് നോക്കിയിട്ട് തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? എടാ വിച്ചു, ഇത് ശരിയല്ല ചെയ്യുന്ന, വളരെ തെറ്റാ. എടാ അത് എനിക്കറിയാം, പക്ഷെ എനിക്ക് അവനെ ഇല്ലാതെ പറ്റത്തില്ലടാ. ഞാൻ എന്ത് ചെയ്യാനാ? വിച്ചു നോക്ക്, എടുത്ത് ചാടി ഒരു തീരുമാനവും എടുക്കരുത്. ലാസ്റ്റ് നിനക്ക് നിൻ്റെ വീട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. നീ അറിഞ്ഞുകൊണ്ട് ഒരാളെ ജീവിതം ഇല്ലാതാക്കാൻ പോകണോ വിച്ചു? എടാ എനിക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷെ ഇവിടെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായിപ്പോയി. ഇവർ എൻ്റെ അടുത്ത് പറയാതെ ഈ കല്യാണം നടത്തുമെന്ന് ഞാനിത് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ? എൻ്റെ സിറ്റുവേഷൻ എന്താ ആരും മനസ്സിലാക്കാത്ത? നേരത്തെ എന്നെങ്കിൽ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പറഞ്ഞ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാമെന്ന്. ഇതിപ്പോൾ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ശരിയാവോ? നീ തന്നെ പറ. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇതിപ്പം ഇങ്ങനെയൊക്കെ നീ പറഞ്ഞ, അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. നീ എന്തായാലും ചെന്ന് ഫ്രഷായിട്ട് ഡ്രസ്സ് മാറിയിട്ടൊക്കെ വാ. നിന്നെ ആരൊക്കെ കാണാൻ വന്ന് നിൽക്കുക. അപ്പുറത്തേക്കും നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ മാരേജിന്. അപ്പുറത്തെന്തെങ്കിലും വഴി കിട്ടുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കട്ടെ. നീ വിഷമിക്കാതെ ചെല്ല്.
വേഗം ഒന്ന് ആലോചിക്കണേടാ. എൻ്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യ. എനിക്ക് ഒരു പിടിയില്ല എന്ത് ചെയ്യണമെന്ന്. ആ ശരി, നീ ചെല്ല്. ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. എനിക്ക് ഈ മാരേജിന് സമ്മതാ. അയ്യോ സത്യമാണോടാ പൊന്നെ, നിനക്ക് സമ്മതമാണോ ഇതിന്? ആ, എനിക്ക് സമ്മതമായി മാരേജിന്. ഇനി ഞാനായിട്ട് നിങ്ങളെ സന്തോഷമൊന്നും നശിപ്പിക്കുന്നില്ല. ഓ എന്റെ അമ്മയുടെ ചക്കര മൊത്താണ് നീ. അല്ല, ഇതൊക്കെ നിങ്ങൾ തീരുമാനിച്ചു. ആരാ ചെക്കൻ, എന്നാ കല്യാണം, ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഞാൻ പറയാ, പക്ഷെ ആരെന്ന് അറിഞ്ഞു കഴിഞ്ഞാ നീ നോ പറയില്ലേ ഈ മാരേജിന്. എന്നാ പറയാ, വേറെ ആരുമല്ല, നിന്റെ അച്ഛന്റെ അനിയത്തിയുടെ ഇളയ മകൻ, അതായത് അജ്ജു ആണ് തീരുമാനിച്ചിരിക്കുന്നെ. നീ നോ പറയില്ലേ, പറഞ്ഞ് ഞാൻ കൊന്നളയുന്നു ഇങ്ങനെ. നിന്നെ നല്ല പോലെ അവൻ നോക്കിക്കോളാടാ, എനിക്ക് ഒറ്റ ഡൗട്ടും ഇല്ല. അവനാ? അമ്മ, നമുക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? എൻ്റെ പൊന്നച്ഛ, ആ മാങ്ങാണ്ടി തെളിയുന്നതാണോ അച്ഛന് കിട്ടിയത്? എനിക്ക് പാർട്ട്ണറായിട്ട് വേറെ എത്രയോ പേരുണ്ട്, ഇവനല്ലാതെ വേറെ ആരുമില്ലേ നിങ്ങൾക്ക്? മോനെ, നീങ്ങ വാ, അച്ഛന് ഒരു കാര്യം പറയാനുണ്ട്. മോനെ, അച്ഛൻ്റെ അടുത്ത് ഒരു ദേഷ്യവും തോന്നില്ലടാ. നിന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ മോന് സങ്കടാക്കാൻ വേണ്ടി ഒന്നും അല്ലടാ. അച്ഛനെ നീ വിഷമിക്കില്ലടാ പൊന്നെ, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ. അല്ലാതെ അച്ഛന് മോൻ്റെയോടുള്ള ഒരു ഇഷ്ടമില്ലായ്മയുള്ളതുകൊണ്ടല്ല, നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് അച്ഛൻ വല്ലതും പറഞ്ഞിട്ടുള്ളൂ. നിനക്ക് ഇനി ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലാന്ന് തന്നെ പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പവും ഇല്ലടാ. എന്തോന്ന് അച്ഛൻ പറയുന്നേ? എനിക്ക് അച്ഛൻ്റെ ദേഷ്യമോ? ഒരിക്കലും ഇല്ല അച്ഛാ. എനിക്ക് നന്നായിട്ടറിയാം അച്ഛനും അമ്മയും ഈ മാരേജ് പറയുന്നത് എൻ്റെ നല്ലതിന് വേണ്ടിയാണ്. ഒരിക്കലും എനിക്ക് കരച്ചിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് പറയത്തില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് അച്ഛനടുത്ത് ഒരു വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല അച്ഛാ. എൻ്റെ അടുത്ത് പറയാതെ പെട്ടെന്ന് തീരുമാനം എടുത്തില്ലേ, അതിൻ്റെ ദേഷ്യമാണ് ഞാൻ അന്ന് കാണിച്ചത്. നിങ്ങൾ ഒരു വാക്കുപോലും എൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. നിങ്ങൾ ആരെ കാണിച്ചെന്നാലും ഞാൻ അയാളെ കേട്ടത്തുള്ളൂ. നിങ്ങളെ സന്തോഷമാണ് എനിക്ക് വലുത്, എനിക്ക് അതും മതി. എനിക്ക് ഈ മാരേജിൽ സമ്മതാച്ച. അച്ഛൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇനി അച്ഛൻ ഒരിക്കലും എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കരുത്. അച്ഛൻ അത് കേട്ടാൽ മതി മോനെ, വേറെ ഒന്നുമില്ല. അച്ഛൻ ഇപ്പോഴാ ഒന്ന് സമാധാനമായത് തന്നെ. വണ്ടിയെല്ലാം ശരിയായല്ലോ, അതിന് മാറ്റമൊന്നുമില്ലല്ലോ. ലാസ്റ്റ് വന്നിട്ട് ഇനി കിട്ടിയില്ല അങ്ങനെയെല്ലാം പറഞ്ഞോണ്ടല്ലോ. എനിക്കൊന്നും അറിയത്തില്ല, നിന്റെ മാമാര് നിനക്കറിയാലോ. അത് നീ ഓർത്തോ? ആ അമ്മ, അതൊക്കെ ശരിയാക്കി, അതൊക്കെ ഓക്കെയാ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് നന്നായിട്ടറിയാം. Take me there, I know this journey ends. Wake me up, I need to breathe again. I need a need to breathe again.
राधा